ദൈവത്തിൻ്റെ മഹത്വം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലിക്ക് കാര്യം മനസ്സിലായി. എന്താണ്? വാഗ്ദത്ത പെട്ടകം നഷ്ടപ്പെട്ടു പോയി. അത് കേൾക്കാനുള്ള കഴിവ്, അത് കേൾക്കാനുള്ള മനബലം ഏലിക്കില്ലായിരുന്നു. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ട്. അത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ആ ദൈവത്തെ നഷ്ടപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ആവാതെ ഏലി മരണപ്പെട്ടു. അപ്പോൾ ഏലി മരിച്ചത് നമ്മൾ കാണുകയാണ്. ഏലി പുറകോട്ട് മറിഞ്ഞു, ഏലി മരിച്ചു. നിലത്ത് എന്നടിച്ചു, ഏലി മരിച്ചു. നോക്കും നന്നാകുന്നുണ്ടോ എന്ന്. നന്നാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നെ മാത്രമല്ല, രോക്ഷത്തിൻ്റെ കുടുംബം തന്നെ വിട്ട് ദൈവം അവിടെ നിന്ന് പോകും. അതാണ് രണ്ടാമത് പറയുന്നത്, ജെറുസലേം നാട് വിട്ട് ദൈവം ഇറങ്ങിപ്പോയി. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന്, നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും ദൈവമഹത്വം. രണ്ട്, നീ വസിക്കുന്നിടത്തു നിന്ന് തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മെ വിട്ടുപിരിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഉള്ള മാർഗം ഒന്നേ ഉള്ളൂ, ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാവുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, രാവും പകലും ഞാൻ അങ്ങയുടെ ഹിതം ആരായുകയാണ്. സങ്കീർത്തകൻ ഒരു സങ്കീർത്തനത്തിൽ പറയുകയാണ്, എന്താണ്? രാവും പകലും ഞാൻ കൽപ്പനകൾ ധ്യാനിക്കുന്നത്, ഞാൻ അങ്ങേ ധ്യാനിക്കുന്നത്, അങ്ങയുടെ ഹിതം ആരായുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി ഞാൻ അങ്ങയുടെ ഹിതം ആരായുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം, അവിടെ ഒരു തലക്കെട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്നു. ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്നു. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവസാന ഭാഗത്തും ഇതുപോലൊരു തലക്കെട്ട് POC ബൈബിളിലുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം നാട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2 തലക്കെട്ടുകൾ. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ടുപോകുന്നു. 2-ാമത്തെ തലക്കെട്ട്, ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം നാട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. അതിൽ 10-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ടിറങ്ങിപ്പോകുന്നത്, കെരൂബുകൾ ചിറകു വിടർത്തി അത് അതിവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഉയർന്നു പൊങ്ങി അത് ദേവാലയത്തിന് മുഖ്യ കവാടത്തിൽ വന്നു നിന്നു. അവിടെ നിന്നും അത് ഉയർന്നു പൊങ്ങി കേബാർ നദിയുടെ മുകളിൽ പോയി വാസമുറപ്പിച്ചു. ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ട് ഇറങ്ങിപ്പോയി. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞതാണ് സംഭവം. എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം അതിവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് കെരൂബുകൾ ചിറകു വിടർത്തി അതിൻ്റെ ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങി. ദൈവത്തിൻ്റെ മഹത്വം അവിടെ നിന്നും ഉയർന്ന് ദേവാലയത്തിൻ്റെ മുഖ്യ കവാടത്തിലൂടെ അത് കേബാർ നദിയുടെ മുകളിലേക്ക് പോയി വാസമുറപ്പിച്ചു. അവിടെ നിന്ന് വീണ്ടും അത് പോകുന്നത് 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്. കേബാർ നദിയുടെ മുകളിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഉയർന്നു പൊങ്ങി അത് ഒരു മലയുടെ മുകളിൽ പോയി വാസമുറപ്പിച്ചു. ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം നാട് വിട്ടുപോയി. ആദ്യം അത് ദേവാലയം വിട്ടുപോയി, രണ്ടാമതത് ജെറുസലേം നാട് വിട്ടുപോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ മഹത്വം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവം തന്നെയാണ്. ദൈവം ഇറങ്ങിപ്പോയ സംഭവമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെ അർത്ഥമുണ്ട് ഈ വാക്കിന്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് വേദപുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ വാക്ക്, ഹീബ്രു വാക്ക്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കബോദ് എന്ന വാക്കാണ്. കബോദ് എന്ന വാക്കിന് ദൈവമഹത്വം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി എന്നർത്ഥമുണ്ട്, ദൈവത്തിൻ്റെ ബലം എന്നർത്ഥമുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം എന്നർത്ഥമുണ്ട്, ദൈവത്തിൻ്റെ കഴിവ് എന്നർത്ഥമുണ്ട്. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കഴിവ്, ഇതെല്ലാം അർത്ഥമാക്കുന്ന വാക്കാണ് കബോത്ത്. ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കഴിവും ഇതൊക്കെ ചേരുമ്പോൾ ഒരു ഫിഗർ
രൂപപ്പെടുകയാണ്. നമുക്കൊരു ഫിഗർ കണ്ടെത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ ബലം, ശക്തി, മഹത്വം, സാന്നിധ്യം ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു മനുഷ്യനെ പോലെ നമുക്ക് ഒരു രൂപം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ ദൈവമഹത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിതരായി കാനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തിൽ അവർ ഓരോ ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? സമാഗമ കൂടാരത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നോക്കും. സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവമഹത്വം ഒരു മേഘപടലത്തിൻ്റെ രൂപത്തിലാണ് ആ ദൈവമഹത്വത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്നത്. ഈ ദൈവമഹത്വം ഉയർന്നു പൊങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ യാത്ര പോവുകയുള്ളൂ. അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന അടയാളം. ചലിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ മഹത്വം ചലിച്ചു തുടങ്ങുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ യാത്ര പോകാവൂ. ചലിക്കുന്നില്ല എങ്കിൽ അന്ന് പോകരുത്. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ഇസ്രായേൽ ജനം ഈ സമാഗമ കൂടാരത്തിൽ നിന്നും ഈ ദൈവത്തിൻ്റെ മഹത്വം ചലിച്ചു തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കും. തുടങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കാനാൻ ദേശത്തേക്ക് യാത്ര തുടങ്ങിയിരുന്നുള്ളൂ. ചേർന്ന് പറയാം ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവമഹത്വം കണ്ടിട്ടാണ് ഈ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ഒരു മേഘപടലത്തിൻ്റെ രൂപത്തിൽ നിന്ന ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടാണ് അഹ്റോനും കൂട്ടരും പറഞ്ഞത്, ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട ജനം വേറെ ഏതാ? ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട ജനം വേറെ ഏതാ? നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്നില്ലേ? എന്ത് കണ്ടിട്ടാണ് ഇവർ പറയുന്നത്? ഒരു മേഘപടലം കണ്ടിട്ട്, ഒരു തൂവെള്ള മേഘം കണ്ടിട്ട്, ഒരു മേഘപാളി കണ്ടിട്ട് പറയുകയാണ്, നമ്മൾ ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു തൂവെള്ള മേഘപാളിയുടെ രൂപത്തിൽ ദൈവം നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു മേഘപാളിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ, കണ്ടവർ, വിശ്വസിച്ചവരാണ് മോശയും കൂട്ടരും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിവിടെ പരിശുദ്ധ കുർബാനയിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഈ പൂർവ്വപിതാക്കന്മാരുടെ, മോശയുടെയും കൂട്ടരുടെയൊക്കെ വിശ്വാസം ഒന്ന് നോക്കിക്കൊള്ളണം. ഒരു മേഘപാളിയിൽ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അവർ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വസിച്ചവരാണ്. അങ്ങനെ വിശ്വസിച്ച ജനം അവരുടെ ജീവിതം ഒന്ന് നോക്കിയേ. ഈ കാനാൻ ദേശത്തേക്കുള്ള പ്രയാണം ഈ മേഘപാളി അല്ലെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഈ മേഘപാളി അല്ലെങ്കിൽ ഈ ദൈവമഹത്വം അനങ്ങിത്തുടങ്ങിയാലേ അവർ യാത്ര ചെയ്യുകയുള്ളൂ. ആ ദൈവമഹത്വം ഇറങ്ങിപ്പോയ സംഭവമാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 10-11 അധ്യായം പറയുക. അതായത് ഒരു ജനം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച, ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കഴിവും എന്തിലാണോ കണ്ടത്, അത് ആ ദേവാലയം വിട്ടും ആ നാട് വിട്ടും ഇറങ്ങിപ്പോയ സംഭവമാണ് നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം 10-11 അധ്യായങ്ങൾ കാണുന്നത്. പിന്നീട് ഈ ദൈവമഹത്വം അവർ കാണുന്നത് വാഗ്ദത്ത പെട്ടകത്തിലാണ്. ഈ വാഗ്ദത്ത പെട്ടകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വവും മേഘപടലം മാറി പിന്നീട് ഇത് ദൈവത്തിൻ്റെ മഹത്വം ഈ വാഗ്ദത്ത പെട്ടകത്തിൽ ആണ് എന്നൊരു വിശ്വാസത്തിലേക്ക് അവർ വന്നു. അതുകൊണ്ടാണ് ഏലിയുടെ പുത്രന്മാർ യുദ്ധം ചെയ്യാൻ പോകുന്നൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഏലിയുടെ 2 പുത്രന്മാരും 10-25,000 പടയാളികളും ചേർന്ന് യുദ്ധം ചെയ്യാൻ പോകും. ഏലിയുടെ പുത്രന്മാർ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിച്ചവരാണ്. അപ്പൻ്റെ ഒരു ഗുണവും കാണിക്കാത്ത 2 മക്കൾ. ഏലി എന്തുമാത്രം വിശുദ്ധിയോടുകൂടെ ജീവിച്ചോ അതിനൊക്കെ 100 മടങ്ങ് ഇരട്ടിയായിട്ട് വളരെ മോശമായി ജീവിതം നയിച്ചവർ, ഏറ്റവും മ്ലേച്ഛകരമായ ജീവിതം നയിച്ചവർ. അങ്ങനെ മ്ലേച്ഛകരമായ ജീവിതം നയിച്ച് യുദ്ധം ചെയ്യാൻ പോകുന്ന ഏലിയുടെ 2 പുത്രന്മാർ യുദ്ധം തുടങ്ങിയ സമയം തൊട്ടേ യുദ്ധം പരാജയപ്പെട്ടു. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പരാജയത്തിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കി ഏലിയുടെ 2 പുത്രന്മാർ കാണിച്ച ഒരു അവിവേകമുണ്ട്. എന്താ? ദേവാലയത്തിലായിരുന്ന ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്ന ഈ വാഗ്ദത്ത പെട്ടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരും. അവർ വിശ്വസിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വമല്ലേ, ദൈവത്തിൻ്റെ ശക്തിയല്ലേ, ദൈവത്തിൻ്റെ കഴിവല്ലേ ഈ വാഗ്ദത്ത പെട്ടകത്തിൽ. അതുകൊണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ജയിക്കാം എന്നവർ ചിന്തിച്ചു, എന്നവർ വിശ്വസിച്ചു. ഒരു യോഗ്യതയുമില്ലാത്തവർ
തികഞ്ഞ അശുദ്ധിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന രണ്ട് മനുഷ്യർ ഈ വാഗ്ദത്ത പെട്ടകം കൊണ്ടുവന്ന് ഈ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. യുദ്ധം വീണ്ടും പരാജയത്തിലേക്ക് പോയായിരുന്നു. പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, 25,000-ൽ പരം പടയാളികൾ ആ ദിവസം മരണപ്പെട്ടു. 25,000-ലധികം പടയാളികൾ മരണപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാരും മരിച്ചു. തീർന്നില്ല, വാഗ്ദത്ത പെട്ടകം ശത്രുക്കൾ എടുത്തിട്ട് പോയി. ഇത്രയും സംഭവങ്ങളുണ്ടായി. ഏലിയുടെ 2 പുത്രന്മാർ ചേർന്ന് ദേവാലയത്തിൽ നിന്ന് വാഗ്ദത്ത പെട്ടകം കൊണ്ടുവന്ന് യുദ്ധക്കളത്തിൽ വെച്ചു. യുദ്ധം ചെയ്തു, യുദ്ധം തോറ്റു. 25,000 പടയാളികൾ മരിച്ചു. ഏലിയുടെ 2 പുത്രന്മാർ മരിച്ചു. വാഗ്ദത്ത പെട്ടകം വിജാതിയുടെ കൈകളിലേക്ക് അകപ്പെട്ടു. വാഗ്ദത്ത പെട്ടകം പോയി. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പടക്കളത്തിൽ നിന്ന് ഓടി വന്ന് ഈ വിവരം ഏലിയെ അറിയിക്കുന്നൊരു രംഗമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഏലിയെ വിവരം അറിയിക്കാനായിട്ട് ഈ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്ന് ഏലിയോട് പറയുകയാണ്, ഏലി, യുദ്ധം നമ്മൾ തോറ്റു. ഏലിക്ക് കുലുക്കമില്ല. ഏലിക്ക് വലിയ വിഷമം തോന്നിയില്ല. യുദ്ധം തോറ്റു എന്ന് പറഞ്ഞപ്പോൾ ഏലിക്ക് പ്രശ്നമെന്ന് തോന്നിയില്ല. രണ്ടാമത് പറഞ്ഞു, 25,000 പടയാളികൾ മരിച്ചു. ഏലിക്ക് അപ്പോഴും കുലുക്കമില്ല. എനിക്കൊന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞു, അങ്ങയുടെ 2 പുത്രന്മാരും മരിച്ചു. ഏലിക്കപ്പോഴും മാറ്റമില്ല. യുദ്ധം തോറ്റു, 25,000 പടയാളികൾ മരിച്ചു, അങ്ങയുടെ 2 പുത്രന്മാരും മരിച്ചു. ഇത്രയും കേട്ടിട്ടും ഏലിക്ക് കുലുക്കമില്ലായിരുന്നു. നാലാമതൊരു കാര്യം കൂടെ ഈ ദൂതൻ പറയും. വാഗ്ദത്ത പെട്ടകം, ദൈവത്തിൻ്റെ മഹത്വം. അവിടെ ഉപയോഗിക്കുന്ന വാക്കതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഇത്രയുമേ ഏലി കേട്ടുള്ളൂ അത്രേ. ഏലിയുടെ മരണം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇത്രയുമേ ഏലി കേട്ടുള്ളൂ. ഏലി പുറകോട്ട് മറിഞ്ഞു, അവൻ്റെ ശിരസ് ചെന്ന് നിലത്തടിച്ചു. ഏലി മരിച്ചു. ദൈവത്തിൻ്റെ മഹത്വം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലിക്ക് കാര്യം മനസ്സിലായി. എന്താണ്? വാഗ്ദത്ത പെട്ടകം നഷ്ടപ്പെട്ടു പോയി. അത് കേൾക്കാനുള്ള കഴിവ്, അത് കേൾക്കാനുള്ള മനബലം ഏലിക്കില്ലായിരുന്നു. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ട്. അത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ആ ദൈവത്തെ നഷ്ടപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ആവാതെ ഏലി മരണപ്പെട്ടു. അപ്പോൾ ഏലി മരിച്ചത് നമ്മൾ കാണുകയാണ്. ഏലി പുറകോട്ട് മറിഞ്ഞു, ഏലി മരിച്ചു. നിലത്ത് എന്നടിച്ചു, ഏലി മരിച്ചു. ആ വാർത്ത കേൾക്കാൻ വാർത്ത കേൾക്കാനുള്ള മനബലമില്ലാതെയാണ് ഏലി മരണപ്പെട്ടത്. അത്ര വലിയ പ്രാധാന്യം ഈ ദൈവത്തിൻ്റെ മഹത്വത്തിന് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം നൽകി. ഇനി വചനം തീരുന്നില്ല. വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഒരു സംഭവം കൂടെ അവിടെ ചേർത്തെഴുതുന്നുണ്ട്. ഏലിയുടെ ഭവനത്തിൽ ഏലിയുടെ മരുമകൾ പ്രസവവേദനയിലായിരുന്നു. ഏലിയുടെ മരുമകൾ അതേസമയം പ്രസവവേദനയിലായിരുന്നു. അവളുടെ പ്രസവം എടുക്കാൻ വേണ്ടി ശുശ്രൂഷകരുണ്ടായിരുന്നു. ഈ വാർത്തയെല്ലാം ഈ പെൺകൊച്ചും കേട്ടുകൊണ്ടിരിക്കുക. ഈ ഈറ്റുനോവ് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളും ഈ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ത്? യുദ്ധം തോറ്റു, 25,000 പടയാളികൾ മരിച്ചു, 2 ഏലിയുടെ പുത്രന്മാർ, അതിലൊന്ന് ഇവളുടെ ഭർത്താവാണ്, അവളുടെ ഭർത്താവും സഹോദരനും മരിച്ചു. ഇത് കേട്ടപ്പോഴും അവൾക്ക് ഈറ്റുനോവുണ്ട്. നാലാമത്തെ വാർത്ത കേട്ടപ്പോൾ ഈറ്റുനോവും മരവിച്ചുപോയി. ഈറ്റുനോവും തീർന്നു. എന്താ നാലാമത്തെ വാർത്ത? ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവളുടെ ഈറ്റുനോവ് നിലച്ചു, അവളുടെ ശരീരം മരവിച്ചുപോയി. അപ്പോൾ അവളെ ശുശ്രൂഷിക്കുന്നവർ പറയുകയാണ്, നിരാശപ്പെടരുത്, നീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അവൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ആ കുഞ്ഞിന് കൊടുക്കുന്നൊരു പേരുണ്ട്. വചനം വായിച്ചിട്ടുള്ളവർക്കറിയാം. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ആ പേര്? ആ കുഞ്ഞിന് കൊടുത്ത പേര് ഇക്കബോദ്. എന്താ ഇക്കബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം? കബോദ്, ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് അർത്ഥം. ഇക്കബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കുഞ്ഞിന് കൊടുത്ത പേരാണ്. ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നർത്ഥം വരുന്ന വാക്കാണ് ഏലിയുടെ
മരുമകൾ തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് ഇക്കബോധ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഭവനങ്ങളുടെ മുകളിൽ ഉയർത്തിക്കൊണ്ടായിരിക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത്ര വലിയ ഈ ദൈവത്തിൻ്റെ മഹത്വം ഒരു മേഘത്തിൻ്റെ രൂപത്തിൽ കണ്ട, വാഗ്ദത്ത പെട്ടകത്തിൽ കണ്ട ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരം നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഇസ്രായേൽ ജനം കണ്ട, അനുഭവിച്ച ദൈവത്തിൻ്റെ മഹത്വം ആൾരൂപമായി മാറിയത് യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ നമ്മൾ ദർശിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വം കൂടെയാണ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. എവിടെ? യുദ്ധത്തിന് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീടത് തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. വീണ്ടും ഇസ്രായേൽ ജനം ദേവാലയം പണിതു. ആ ദേവാലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകുന്ന സംഭവമാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 10-11 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ 10-11 അധ്യായങ്ങളിൽ 10-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ കെരൂബുകൾ ചിറക് വിടർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വചനം കൂടെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എസെക്കിയേൽ കണ്ടൊരു കാര്യം ആ വചനത്തിന് ശേഷം, ഈ കെരൂബുകൾ ചിറക് വിടർത്തി എന്ന് പറഞ്ഞതിന് ശേഷം എസെക്കിയേൽ കണ്ടൊരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു വചനം അവിടെ കിടപ്പുണ്ട്. എന്താ? മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരു കൈപ്പത്തി പോലെ വലുപ്പത്തിൽ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഈ കൈപ്പത്തി, മനുഷ്യൻ്റെ കൈപ്പത്തി അല്ലെങ്കിൽ കൈപ്പത്തി പോലെ വലുപ്പം, ഈ കൈപ്പത്തി എന്താണ് എന്ന് ചോദിച്ചാൽ കൈപ്പത്തിയുടെ പിന്നിൽ അല്ലെങ്കിൽ ആ കെരൂബുകളുടെ ചക്രങ്ങളുടെ ഇടയിൽ, ആ ചിറകുകൾക്കിടയിൽ കണ്ട കൈപ്പത്തിയുടെ രൂപത്തിൽ ഉള്ള അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ബി റെഡി ടു ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നീ തയ്യാറാവുക, അല്ലെങ്കിൽ ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോകും. ഇതാ സംഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നിരന്തരം ഇരുന്ന് ജപമാല ചൊല്ലിയത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാവുക. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ ദൈവത്തിൻ്റെ മഹത്വം കുടികൊണ്ട കാര്യം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിച്ച പുത്രനായി മിശിഹായെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കുക. താബോർ മലയുടെ മുകളിൽ കേട്ടതാണ്. രൂപാന്തരീകരണ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം വന്ന് നിറയുമ്പോൾ ആ മഹത്വത്തിനുള്ളിൽ യേശു ആയിരിക്കുന്ന സമയത്ത് ആ മഹത്വത്തിൻ്റെ പുറത്തു നിൽക്കുന്ന പത്രോസും കൂട്ടരും കേൾക്കുന്ന കാര്യമാണ്, ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ കേൾക്കുക. അതായത് ഇവൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റി ആ പിതാവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റിയവനാണ്. ഇവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഈ മഹത്വത്തിൽ കുടികൊള്ളും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഉള്ള മാർഗം ഒന്നേ ഉള്ളൂ, ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാവുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ രാവും പകലും ഞാൻ അങ്ങയുടെ ഹിതമാരായുകയാണ്. സങ്കീർത്തകൻ ഒരു സങ്കീർത്തനത്തിൽ പറയുകയാണ്, എന്താണ്? രാവും പകലും ഞാൻ കൽപ്പനകൾ ധ്യാനിക്കുന്നത്, ഞാൻ അങ്ങേ ധ്യാനിക്കുന്നത് അങ്ങയുടെ ഹിതമാരായുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി ഞാൻ അങ്ങയുടെ ഹിതം ആരായുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. വചനം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ ഹിതം ആരായാതെ, നിങ്ങൾ എൻ്റെ ഹിതം ചോദിക്കാതെ തുടങ്ങിയ സംരംഭങ്ങൾ, നിങ്ങൾ കൂടിയ കൂട്ടുകെട്ടുകൾ ഒന്നും ശാശ്വതമാവുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ നമ്മൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഒന്ന് ദൈവഹിതം ചോദിക്കണം. ദൈവം ആഗ്രഹിക്കുന്നൊരു പ്രവൃത്തിയാണോ? ദൈവം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളിത് ഒരു ഭവനം നിർമ്മിക്കുമ്പോഴായാലും നമ്മളുടെ ജീവിതത്തിലെ ഓരോ സുപ്രധാനമായ ഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകുന്ന നിമിഷവും നമ്മൾ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ്, ദൈവത്തിൻ്റെ ഹിതം ഇത് തന്നെയാണോ? കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഓരോ പദ്ധതികളിലേക്കും ഇറങ്ങിത്തിരിക്കുവാൻ. ദൈവത്തിൻ്റെ ഹിതം അറിയുന്നവരാവുക, ദൈവത്തിൻ്റെ ഹിതം ആരായുന്നവരാകുക, അതായത് ചോദിക്കുന്നവരാകുക. ദൈവമേ നീ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന കണക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, കർത്താവേ നീ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഈ ഒരു കാര്യത്തിലല്ല, ആത്മീയമായ കാര്യത്തിലും ഭൗതികമായ കാര്യത്തിലുമൊക്കെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ദൈവത്തിൻ്റെ ഹിതം തേടുന്നിടത്താണ് ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് ദൈവഹിതം നിറവേറ്റുന്നിടത്താണ്. ഈ ദൈവമഹത്വം ഇറങ്ങിപ്പോയ സംഭവമാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ വന്നു നിറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോഴാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10, 11 അധ്യായത്തിൽ കണ്ട ഇറങ്ങിപ്പോക്കുണ്ടല്ലോ, അത് തിരിച്ചു വരുന്നുണ്ട്. ഈ ദൈവമഹത്വം, ഇറങ്ങിപ്പോയ ദൈവമഹത്വം എസെക്കിയേലിൻ്റെ പുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ 35 അധ്യായമൊക്കെ കഴിയുമ്പോൾ ഈ ഇറങ്ങിപ്പോയ ദൈവമഹത്വം തിരിച്ചു വരും. എപ്പോഴാണ് തിരിച്ചു വന്നത്? ഇസ്രായേൽ ജനം ഒന്നടങ്കം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇറങ്ങിപ്പോയ ദൈവമഹത്വം തിരിച്ചു വരുന്നത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് നിറവേറ്റുവാൻ ഒരു ജനം രൂപപ്പെട്ടപ്പോൾ ഇറങ്ങിപ്പോയ ദൈവമഹത്വം തിരിച്ചു വന്നു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ആത്മാവിൽ ഈ ദൈവമഹത്വം കുടികൊള്ളണം. അതെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലളിതമാണ്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക. ഇതെപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം എസെക്കിയേലിൻ്റെ പുസ്തകം 8, 9 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ എസെക്കിയേലിനെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ ജെറൂസലേമിൻ്റെ തെരുവീഥികളിലൂടെയും ഊടുവഴികളിലൂടെയും ഒരു യാത്ര ചെയ്യുക. എന്നിട്ട് നീ കാണുന്നത് എന്താണെന്ന് പറയുക. നീ കാണുക, നീ എന്തൊക്കെ കാണുന്നുവെന്ന് പറയുക. ഒപ്പം ഈ ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് വിലപിക്കുന്നവരുടെ നെറ്റിത്തടത്തിൽ അടയാളപ്പെടുത്തൽ നടത്തുക. എസെക്കിയേലിന് ദൈവം കൊടുക്കുന്ന നിർദ്ദേശമാണ്. നീ ജെറൂസലേമിൻ്റെ തെരുവീഥികളിലൂടെയും ഊടുവഴികളിലൂടെയും ഒക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചോ, കാണുന്നതൊക്കെ എന്താണെന്ന് പറ. ഒപ്പം അവിടെ വിലപിച്ച്, എന്തിനെക്കുറിച്ച് വിലപിക്കുന്നതാണ്? തിന്നാനില്ലാത്തതിനെയോ കുടിക്കാനില്ലാത്തതിനെയോ ഉടുക്കാനില്ലാത്തതിനെയോ ഓർത്ത് വിലപിക്കുന്നതല്ല, മറിച്ച് ഈ നാട്ടിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് വിലപിക്കുന്ന മക്കളെ കണ്ടുപിടിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ നീ അടയാളപ്പെടുത്തൽ നൽകണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വരവിന് മുൻപുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടും ഇതുണ്ട്. വിലപിക്കുന്ന ജനതയുണ്ടാകണം. എന്തിനെ ഓർത്താ വിലപിക്കേണ്ടുന്നത്? ഈ ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് വിലപിക്കുന്ന ഒരു ജനമുണ്ടാകണം. അത് രണ്ടാം വരവിനുള്ള ഒരുക്കത്തിൽ ഓരോ മനുഷ്യരിലും ഉണ്ടാകേണ്ടുന്ന ഒരാത്മീയ തലമാണിത്. വരാനിരിക്കുന്ന ഈ രണ്ടാം വരവ്, അല്ലെങ്കിൽ ഈശോയുടെ രണ്ടാം വരവിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. ഈ ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് ഒരു മകൻ പാപവഴികളിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ ഉള്ളം പിടയണം. ഒരു മകൻ പാപം ചെയ്യുന്നത്, ഒരു മകൾ പാപം ചെയ്യുന്നത് കാണുമ്പോൾ നിൻ്റെ ഉള്ളം പിടയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് വിലാപം എന്ന് പറയുന്നത്. ഒരാത്മാവ് നാശത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ കൊച്ചു ത്രേസ്യ വിലപിച്ചതുപോലെ, കൊച്ചു ത്രേസ്യ അസ്വസ്ഥയായതുപോലെ, ഒരാത്മാവ് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ അൽഫോൻസാമ അസ്വസ്ഥതയായതുപോലെ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ചില മക്കൾ പാപവഴികളിലൂടെ കടന്നു പോകുമ്പോൾ, തിന്മയിൽ വ്യാപൃതരാകുന്നത് കാണുമ്പോൾ നമ്മൾക്ക്
ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ആ മകനെ ആ മകളെ വീണ്ടെടുക്കുവാൻ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ വിലാപം കൊണ്ട് അർത്ഥമാക്കുന്നത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഇവിടെ പറയുന്നതാണ് എസെക്കീലിനോട് ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ്. എസെക്കീൽ, ഈ നാട്ടിൽ തിന്മകളിങ്ങനെ അരങ്ങുവാഴുകയാണ്. ഈ തിന്മയുടെ ഇടയിൽ ചില പുണ്യാത്മാക്കൾ ഈ തിന്മ കണ്ടിട്ട് ഇവൻ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നല്ലോ എന്നോർത്ത് കരയുന്ന, നിലവിളിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, യഹോവയെ വിളിക്കുന്നവരുണ്ട്. പാപം കാണുമ്പോൾ, പാപപ്രവൃത്തികൾ കാണുമ്പോൾ, പാപത്തിൽ നിന്നും പാപത്തിലേക്ക് പായുന്ന പാദങ്ങൾ കാണുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ നെത്തടത്തിൽ അടയാളപ്പെടുത്തൽ നൽകാൻ കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അങ്ങനെ അടയാളപ്പെടുത്തൽ നൽകാൻ പറയുന്നു. ആ എസെക്കീലിനെ 8-ാം അധ്യായത്തിൽ ദൈവം വിളിച്ചുകൊണ്ടുപോയി ദേവാലയത്തിൻ്റെ പുറത്ത് നിർത്തിക്കൊണ്ട് ദേവാലയത്തിൻ്റെ അകം കാണിച്ചു കൊടുക്കും. പൂട്ടിയിട്ടേക്കുന്ന ദേവാലയം, ആ ദേവാലയത്തിൻ്റെ അകം കാണിച്ചു കൊടുക്കും. ദേവാലയത്തിൻ്റെ അകത്ത് മ്ലേച്ഛതകൾ നടക്കുന്നു. ദേവാലയത്തിൻ്റെ അകത്ത് മ്ലേച്ഛതകൾ നടമാടുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് മ്ലേച്ഛതകൾ നടമാടുന്നു. മൃതശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ചണവസ്ത്രധാരിയായിട്ടുള്ള 2 ദൂതന്മാർ മൃതശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ രക്തക്കറ പുരണ്ടു കിടക്കുന്നു. ഇതൊക്കെ എസെക്കീൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണുകയാണ്. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് 8ഉം 9ഉം അധ്യായം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകാൻ കാരണമായത് ദേവാലയത്തിനുള്ളിലെ മ്ലേച്ഛതകൾ, ആ നാട്ടിലെ മ്ലേച്ഛതകൾ, രഹസ്യമായിട്ടുള്ള മ്ലേച്ഛതകൾ, പരസ്യമായിട്ടുള്ള മ്ലേച്ഛതകൾ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. 2 തരത്തിലുള്ള മ്ലേച്ഛതകളുണ്ട്. 2 തരത്തിൽ. ഒന്ന് രഹസ്യമായിട്ട്, അതാണ് ഈ ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന മ്ലേച്ഛത. 2 പരസ്യമായിട്ടുള്ള മ്ലേച്ഛതകൾ. ചിലർ പാപം ചെയ്ത് രഹസ്യ പാപം ചെയ്ത് ലൈസൻസ് ആയതുപോലെ പിന്നെ പരസ്യമായിട്ട് പാപം ചെയ്യും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈ 2 കാര്യങ്ങളും എസെക്കീലിന് 8ഉം 9ഉം അധ്യായത്തിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദേവാലയത്തിൻ്റെ അകത്ത് മൃതശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ദേവാലയം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ മ്ലേച്ഛതകൾ നടക്കുന്നുണ്ട്. നമ്മളാകുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിൽ മ്ലേച്ഛമായ ചിന്തകൾ, മ്ലേച്ഛമായ പ്രവൃത്തികളെല്ലാം നടക്കുന്നുണ്ട്. രഹസ്യ പാപങ്ങൾ, രഹസ്യമായിട്ടുള്ള മ്ലേച്ഛതകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ നടപ്പുണ്ട്. ഇനി ചിലതൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ നമ്മൾ ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ല, നാട്ടുകാർ അറിയുന്ന രീതിയിൽ മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്നവരുണ്ട്. പരസ്യമായി പാപകരമായ ജീവിതം നയിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ രഹസ്യമായും പരസ്യമായിട്ടും പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവമഹത്വം ഇറങ്ങിപ്പോകുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ മ്ലേച്ഛതകൾ വളരുമ്പോൾ അവിടെ നിന്ന് ദൈവം ഇറങ്ങിപ്പോകും. എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ മ്ലേച്ഛതകൾ പെരുകുമ്പോൾ, മ്ലേച്ഛതകൾ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോകും. ഉള്ളമൊന്ന് ശുദ്ധമായാൽ തിരിച്ചു വരാൻ കേബാർ നദിയുടെ മുകളിൽ പോയി നിന്നതുപോലെ ദൈവം ഒന്ന് വിട്ടു നിൽക്കും, നോക്കും നന്നാകുന്നുണ്ടോ എന്ന്. നന്നാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നെ മാത്രമല്ല, ഒരുപക്ഷെ നിൻ്റെ കുടുംബം തന്നെ വിട്ട് ദൈവം അവിടുന്ന് പോകും. അതാണ് രണ്ടാമത് പറയുന്നത്, ജെറുസലേം നാട് വിട്ട് ദൈവം ഇറങ്ങിപ്പോയി. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. 1, നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും ദൈവമഹത്വം. 2, നീ വസിക്കുന്നിടത്തു നിന്ന് തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മെ വിട്ടുപിരിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ ഈ ദേവാലയത്തിനുള്ളിൽ മൃതശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ആ മൃതശരീരം എന്ത് എന്നതാണ് ചോദ്യം. എന്താണ് ഈ മൃതശരീരം എന്നതാണ് ചോദ്യം. ലൂക്കാസ് സുവിശേഷം നമ്മൾ മൃതശരീരം കണ്ടു നിർത്തിയതാണ്. എസെക്കീലിൻ്റെ പുസ്തകത്തിലെ ദേവാലയത്തിലെ മൃതശരീരം കണ്ടു നിർത്തിയതാണ്. എന്താണ് ഈ മൃതശരീരം എന്നതിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ വരുന്നത്. എന്താണ് മൃതശരീരം എന്നതിനുള്ള ഉത്തരം തേടി ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം അറിയപ്പെടുന്നത് ഉപമകളുടെ അധ്യായം എന്നാണ്. ഉപമകളുടെ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് തന്നെ മറ്റൊരു പേര് കൂടെ ഉണ്ട്. ഇത് സുവിശേഷത്തിനുള്ളിലെ സുവിശേഷമാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇത് സുവിശേഷങ്ങൾക്കുള്ളിലെ സുവിശേഷമാണ് ലൂക്കാസ് സുവിശേഷം 15-ാമത്തെ അധ്യായം. അവിടെ 3 ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തേത്
100-ൽ 1 നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് പറയുന്നു ഉപമ. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു പോയി, ഇടയൻ അതിനെ തേടിപ്പോയി. രണ്ടാമത്തെ ഉപമ 10 നാണയത്തിൽ 1 നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് പറയുന്നതാണ്. മൂന്നാമത്തെ ഉപമ 2 മക്കളിൽ 1 മകൻ വീട് വിട്ടിറങ്ങിപ്പോയതിനെക്കുറിച്ച് പറയുന്നതാണ്. ആദ്യത്തെ 2 ഉപമകളിലും നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാൻ, തേടിപ്പിടിക്കാൻ ആളുണ്ടായിരുന്നു. 100-ൽ 1 പോയപ്പോൾ ഇടയൻ തേടിപ്പോയി, കണ്ടുകിട്ടുവോളം അന്വേഷിച്ചു, കിട്ടി, തിരിച്ചു കൊണ്ടുവന്നു. 10-ൽ 1 നഷ്ടപ്പെട്ടപ്പോൾ അവൾ അന്വേഷിച്ചു, കണ്ടുകിട്ടുവോളം അന്വേഷിച്ചു, കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് കൂടെ ചേർത്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ വചനം പറയുന്നു. ബാക്കി 9 കൂടെ ചേർത്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്തു. 2 തേടിപ്പോകാൻ, കണ്ടെത്തുവാൻ ആളുണ്ടായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ ഉപമ ഒരു ലോജിക്കില്ലാത്ത ഉപമയാണ്. ആദ്യത്തെ ഉപമ 100-ൽ 1 നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയി 99-നെയും അരക്ഷിതാവസ്ഥയിലിട്ടിട്ട് ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നിനെ തേടിപ്പോകുന്നിടയൻ. കിട്ടാൻ സാധ്യതയില്ല. ഏതെങ്കിലും വന്യജീവി പിടിച്ചിട്ടുണ്ടാകും. ബുദ്ധിപൂർവ്വം, നമ്മൾ നേരത്തെ പറഞ്ഞു, വിശ്വാസം കൊണ്ട് ചിന്തിക്കുന്നവനെ ഇത് ചെയ്യാൻ പറ്റുമോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഇടയനായിരുന്നെങ്കിൽ പോട്ടേന്ന് കരുതിയേന, 99-നെ കൊണ്ട് തൃപ്തിപ്പെട്ടേനെ. വിശ്വാസമുള്ള ഇടയൻ തേടിപ്പോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെയൊക്കെ ബുദ്ധിക്ക് പ്രാധാന്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ബുദ്ധിക്ക് വലിയ പ്രാധാന്യമില്ല. അവിടെ വിശ്വാസത്തിന് പ്രാധാന്യം. ആ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ തേടിപ്പോകുന്നത്. ഒരു വശം അതാണ്. 2, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് യേശു ഒരു വചനം പറയുന്നുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. ഈ ഒരു വചനമുണ്ട്. എന്താ വചനം? എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. 100-ൽ 1 നഷ്ടപ്പെട്ട് 99 നിൽക്കുമ്പോൾ ഈ 100-ാമത്തതിനെ വിളിച്ചു ചോദിച്ചു, നീ എവിടാ എന്ന് ചോദിച്ചിട്ടുണ്ടാകണം ഇടയൻ. ഈ 99 ഉണ്ടല്ലോ, 100-ാമത്തെ ആട് നീ എവിടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആട് വിളി കേട്ടിട്ടുണ്ട്. വിളി കേട്ടത് കൊണ്ടാണ് ഇടയൻ തേടിപ്പോയത്. വിളി കേട്ടില്ലായിരുന്നെങ്കിൽ ഇടയൻ തേടിപ്പോയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന അനുതാപത്തിൻ്റെ അടയാളപ്പെടുത്തരുതാ. വിളിക്കണം, ദൈവത്തെ വിളിക്കണം. ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു വീഴ്ച വന്നു പോയാൽ, ഒരു പിഴവ് സംഭവിച്ചാൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാശ്ലീഹ വിളിച്ചതുപോലെ വിളിക്കണം. വിളി കേട്ടാൽ അവൻ ഇറങ്ങി വരും. ഏത് മുൾപ്പടർപ്പിലായാലും ഏത് തീക്കുണ്ടത്തിലായാലും അവൻ ഇറങ്ങി വരും. ഈ ആടിൻ്റെ അടുത്തേക്ക് ഇടയൻ ചെന്നതെങ്ങനെയെന്ന ചോദ്യത്തിന് ഞാൻ കണ്ടെത്തിയ ഉത്തരം ഒന്നേ ഉള്ളൂ. മുൾപ്പടർപ്പിൽ വീണ നിമിഷം തൊട്ടേ ആട് വിളിക്കുന്നുണ്ടായിരുന്നു. ആട് വിളിക്കുന്നുണ്ടായിരുന്നു, ഇടയനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ വിളി കേട്ട് ഇടയൻ അവിടെ ചെന്നു. ആ വിളി കേട്ട് ഇടയൻ അവിടെ ചെന്നു. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വിളി നമുക്കെപ്പോഴും ഉണ്ട്. അത് പാപം ചെയ്യുന്നവരുടെ അടുത്തും ആ വിളി ഉയരുന്നുണ്ട്. ആദാമിനോട് ചോദിച്ചില്ലേ, നീ എവിടാ? അതാ ഉത്തരം കൊടുത്തു, ഞാൻ ഇതിൻ്റെ മറവില. പലരോടും കർത്താവ് ചോദിച്ചിട്ടുണ്ട്, നീ എവിടാ? തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മോടും ചോദിക്കും, എവിടാ? നീ എവിടാണ് എന്ന് ചോദിക്കും. ഒന്ന് നിലവിളിച്ചേക്കണം. നിലവിളി കേട്ടിടത്തേക്ക് ഇടയൻ ഇറങ്ങി വരും. അതാണ് ഈ 100-ൽ 1 നഷ്ടപ്പെട്ടു പോയ ആടിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്. ആട് നിലവിളിച്ചിട്ടുണ്ട്. നിലവിളിച്ചിടത്തേക്ക് ഇടയൻ ഓടിച്ചെന്നിട്ടുമുണ്ട്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത്തെ ഉപമയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്, ഈ വിവാഹിതരായ സ്ത്രീകൾ അല്ലെങ്കിൽ യഹൂദ സ്ത്രീകൾ അവരുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹം ചെയ്യുമ്പോൾ അവരുടെ വിവാഹ വസ്ത്രത്തിൽ 10 നാണയങ്ങൾ തുന്നിച്ചേർക്കാറുണ്ടത്രേ. അവരുടെ വിവാഹ ജീവിതത്തിൽ അവർ ഹോൾഡ് ചെയ്യേണ്ടുന്ന ക്വാളിറ്റീസ്, അവർ സൂക്ഷിക്കേണ്ടുന്ന, അവരുടെ വിവാഹ ജീവിതത്തിൽ അവർ കുടുംബത്തിൽ ഭർത്താവിനോടും മറ്റുമൊക്കെ സൂക്ഷിക്കേണ്ടുന്ന, കരുതേണ്ടുന്ന ഗുണങ്ങളുടെ പ്രതീകമായിട്ട്, നന്മകളുടെ പ്രതീകമായിട്ട് 10 നാണയങ്ങൾ, വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് 10 നാണയങ്ങൾ അവരുടെ വിവാഹ വസ്ത്രത്തിൽ തുന്നിച്ചേർക്കാറുണ്ടായിരുന്നത്രേ. 10 നാണയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. അതായത് ഇത് ഈശോ ഒരുപക്ഷെ പറയുന്നത്
കുടുംബജീവിതം നയിച്ചവരോടായിരിക്കണം, വിവാഹിതരായ മനുഷ്യരോട് കർത്താവ് സംസാരിച്ചപ്പോഴായിരിക്കണം ഈ ഉപമ പറഞ്ഞിട്ടുണ്ടാവുക. അതായത് കുടുംബജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ഏതോ ഒരു പുണ്യം നഷ്ടപ്പെട്ടു പോയി. സ്നേഹമാകാം, വിശ്വാസമാകാം, വിശ്വസ്തതയാകാം, സമർപ്പണമാകാം, എന്തോ ചിലത് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അടിച്ചു പിരിയുന്ന ഒരു പ്രവണത, ഡിവോഴ്സിലേക്കൊക്കെ പോകുന്നൊരു പ്രവണത. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, ഈ നാണയമെന്ന് പറയുന്നത് ആ വിവാഹിതയായ സ്ത്രീയുടെ ജീവിതത്തിൽ ചോർന്നു പോയ ഏതോ ഒരു മൂല്യമാണ്. ഒരുപക്ഷെ വിശ്വസ്തതയാകാം, സ്നേഹരാഹിത്യമാകാം, സമർപ്പണമില്ലായ്മയാകാം, എന്തുമാകാം. എന്തോ ചിലത് അവൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതവൾ തിരിച്ചു പിടിച്ചു. നഷ്ടപ്പെട്ടു പോയ വിശ്വസ്തത ഒരുപക്ഷെ തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം അവൾ തിരിച്ചു പിടിച്ചു, നഷ്ടപ്പെട്ടു പോയ സമർപ്പണബോധം അവൾ തിരിച്ചു പിടിച്ചു. ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു പുണ്യവും ഫോർ എവർ ആൻഡ് എവർ നഷ്ടപ്പെട്ടു പോയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ലോകാവസാനം വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും നമുക്കൊരു പുണ്യവും നഷ്ടപ്പെട്ടു പോയില്ല. നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെയും തിരിച്ചു പിടിക്കാൻ പറ്റും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ 10 നാണയം നഷ്ടപ്പെട്ടു പോയി. അവൾ 10 നാണയത്തിൽ 1 നഷ്ടപ്പെട്ടു പോയി. അത് കണ്ടുകിട്ടുവോളം അവൾ അന്വേഷിച്ചു. അവൾ കണ്ടുകിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ചേർത്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്തു, ആഘോഷിച്ചു. അതായത് ജീവിതത്തിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന എല്ലാ പുണ്യങ്ങളും ചേരുമ്പോഴാണ് ആ കുടുംബജീവിതം ആഘോഷമായി മാറുന്നത്. അതാണ് അവിടെ പറയുന്നത്. നഷ്ടപ്പെട്ടു പോയത് കണ്ടുകിട്ടി, അതുകൂടെ ചേർത്ത് വെച്ചപ്പോൾ അവിടെ ആഘോഷമായി മാറി. ചിലത് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കണം. സ്നേഹമാകാം, വിശ്വാസമാകാം, വിശ്വസ്തതയാകാം, എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും തിരിച്ചു പിടിക്കണം, തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കുന്നിടത്ത് കുടുംബജീവിതം ആഘോഷമായിട്ട് മാറും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു നന്മയും ഒരു പുണ്യവും ഒരു ഗുണവും എല്ലാ കാലത്തേക്കും നഷ്ടപ്പെട്ടു പോവുകയില്ല. തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന ഈ പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ എന്താണ്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കൊള്ളുക. അവൾ പോയി എന്ന്, അവൾ എഴുന്നേറ്റ് പോയി എന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. അവൾ പാപം ചെയ്തവളാണ്, പലരുമായിട്ട് ശരീരം പങ്കിട്ടവളാണ്. പക്ഷെ അവൾ യേശുവിൻ്റെ പാദാന്തികത്തിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന എല്ലാ ശരീരവിശുദ്ധിയും അവൾക്ക് ദൈവം തിരിച്ചു നൽകിയിട്ടുണ്ട്. എല്ലാ ശാരീരിക വിശുദ്ധിയും മാനസിക വിശുദ്ധിയും നൽകിയിട്ടാണ് ദൈവം ആ പെൺകൊച്ചിനെ അവൻ്റെ പാദാന്തികത്തിൽ നിന്നും പറഞ്ഞയക്കുന്നത്. നീ പൊക്കൊള്ളുക. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന എല്ലാ ശരീരവിശുദ്ധിയും മാനസിക വിശുദ്ധിയോടും കൂടിയാണ് ഈ പാപിനി എന്ന് എഴുതപ്പെട്ടവൾ, മുദ്രകുത്തപ്പെട്ടവൾ യേശുവിൻ്റെ പാദാന്തികത്തിൽ നിന്നും എഴുന്നേറ്റ് പോയത്. ഉറപ്പാണ്, അവൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം നൽകി. ശരീരത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി എല്ലാം നൽകിയാണ് ദൈവം അവളെ അവൻ്റെ പാദാന്തികത്തിൽ നിന്നും പറഞ്ഞയക്കുന്നത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വിശ്വസിച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും, ഈവൻ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുപോലും തിരിച്ചു നൽകാൻ ഈ നസ്രത്തുകാരൻ യേശുവിന് സാധിക്കും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോഴും ചിലർ ചിന്തിക്കും, ഇല്ലച്ചാ, പോയതാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി പോയതാണെന്ന് ചിന്തിക്കുന്നവരോട് ഒരു കാര്യം പറയുകയാണ്, അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവരാ. അഴുകി ജീർണിച്ചു പോയി എന്ന് കരുതിയ ലാസറിൻ്റെ ശരീരം, ലാസറെ പുറത്തു വാ എന്നൊരൊറ്റ വാക്കിൽ പുറത്തു കൊണ്ടുവന്നാണ്. അവന് നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധി, ഇതൊക്കെ തിരിച്ചു നൽകാൻ വലിയ പണിയൊന്നുമില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വിശ്വസിച്ചുകൊള്ളുക. നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാകാം, വീണു പോയിട്ടുണ്ടാകാം, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. തിരിച്ച് ചേർത്ത് വയ്ക്കാൻ പറ്റാത്തതായിട്ട് അവൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. എല്ലാം കർത്താവിന് തിരിച്ചു നൽകാൻ സാധിക്കും. കരമുയർത്തി എന്ന് പറഞ്ഞ ഹല്ലേലൂയ.
ഒന്നിരു കരങ്ങളും ഉയർത്തിയേ. നമ്മുടെ യുവതീ യുവാക്കന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ യുവതീ യുവാക്കന്മാരെ ഒന്ന് സമർപ്പിച്ച്, ഈശോയുടെ 5 തിരുമുറിവുകളോട് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ അവരുടെ വിശുദ്ധിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ടാകാം. അവരുടെ ആത്മാവിൻ്റെ വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി കളങ്കപ്പെട്ടിട്ടുണ്ടാകാം. അവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. മനസ്സ്, ശരീരം, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും ചേർന്ന് വിളിച്ചേ, ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ചേർന്ന് പറയാം ഹല്ലേലൂയ. അപ്പോൾ ഈ ആദ്യത്തെ 2 ഉപമ അപ്പോൾ അത് തേടി പോകുന്നു. ഒന്ന് പുറത്ത് നടക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഒന്ന് പുറത്ത് നടന്ന സംഭവമാണ്, വീടിൻ്റെ പുറത്ത് നടന്നതാണ്. ഏത്? ആദ്യത്തേത് 100-1 തെരുവിൽ നടന്നത്, അല്ലെങ്കിൽ ഒരു പറമ്പിൽ നടന്ന സംഭവമാണ്. രണ്ടാമത്തെ ഉപമ അത് വീട്ടിൻ്റെ അകത്ത് നടന്ന സംഭവമാണ്. അകവും പുറവും ശുദ്ധമാകണം, അകവും പുറവും മെനയുള്ളതാകണം. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഒന്ന് പുറത്ത് നടന്നത്, രണ്ടാമത്തത് അകത്ത് നടന്നത്, ഇനിയുണ്ട്, ഇനി നടക്കുന്നത് ആത്മാവിൻ്റെ ഉള്ളിൽ നടക്കേണ്ടതാണ് മൂന്നാമത്തത്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ ഉപമ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയെന്ന് തന്നെ പറയണം കേട്ടോ. നമ്മൾ പലരും ഈ ധൂർത്തപുത്രൻ്റെ കഥ എന്നൊക്കെ പറയാറുണ്ട്. വിധക്കാരൻ്റെ കഥയല്ല ഇത്, ഉപമയാണ്. കഥ പറഞ്ഞു തീരുന്നിടത്ത് തീരുന്നു, ഉപമ പറഞ്ഞു തീരുന്നിടത്തുനിന്ന് തുടങ്ങുന്നു. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. കഥ പറഞ്ഞു തീർന്നാൽ തീർന്നു, അവിടെ തീർന്നു ആ കഥ. ദൃശ്യം 3 കഥ പറഞ്ഞു തീർന്നാൽ പറഞ്ഞു തീർന്നു, അവിടെ തീർന്നു. ഇനി 4 ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഉപമ പറഞ്ഞു തീരുന്നിടത്തുനിന്ന് തുടങ്ങിയ അത് നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കേണ്ടത്. ആ തുടക്കം സംഭവിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഉപമയെന്ന് പറയുന്നത്. അത് വായിച്ചു തീരുന്നിടത്തുനിന്ന് തുടങ്ങണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. 2 മക്കൾ, മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ, രണ്ടുപേരും സമാധാനമായിട്ട് ജീവിക്കുമ്പോൾ ഇളയ മകന് ഒരു അതിബുദ്ധി തോന്നി. അവൻ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അസംതൃപ്തി അറിയിക്കുന്നു. അവൻ പറയുന്നു, സ്വത്തിൽ പാതി എനിക്ക് വേണം, സ്വത്തിൽ പാതി എനിക്ക് വേണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ആദ്യത്തെ തെറ്റാണ്. അവൻ്റെ ചോദ്യത്തിൽ തന്നെ ഒരു വയലേഷൻ ഓഫ് ദ ലോ ഉണ്ട്. എന്താ സംഭവം? യഹൂദ നിയമം അനുസരിച്ച് മൂത്ത മകന് 2 ഷെയറാണ്. പാർട്ടീഷൻ നടത്തുമ്പോൾ മൂത്ത മകന് 2 ഷെയറാണ്. അതായത് 2 മക്കളാണെങ്കിൽ 3ആയിട്ട് ഓഹരിക്കും. 2 ഷെയർ മൂത്ത മകനാണ്, 1 ഷെയറേ രണ്ടാമത്തെ മകനുള്ളൂ. ഈ രണ്ടാമത്തെ മകൻ ചെന്നിട്ട് പറയുന്നത് എന്താണ്? 3ആയിട്ടൊന്നും ഇവിടെ ഓഹരിക്കാൻ പറ്റില്ല, 2ആയിട്ട് ഓഹരിക്കണം. 50-50. വയലേഷൻ ഓഫ് ദ ലോ. യഹൂദരുടെ നിയമം പാരമ്പര്യം അനുസരിച്ച് 3ആയിട്ട് ഓഹരിക്കാൻ സമ്മതിച്ചില്ല, 2ആയിട്ട് ഓഹരിച്ചു. അതാണ് ആദ്യത്തെ തെറ്റ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതിന് പല കാര്യങ്ങൾ ഈ ഉപമയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു വിപ്ലവകാരിയെപ്പോലെ തുല്യത അവകാശപ്പെട്ട് 2ആയിട്ട് ഭാഗിക്കണം. സ്വത്തിൽ പാതി എനിക്ക് വേണമെന്ന് പറഞ്ഞു. മറ്റവൻ വിട്ടുകൊടുത്തിട്ടുണ്ടാകണം, മൂത്ത മകൻ വിട്ടുകൊടുത്തിട്ടുണ്ടാകണം. അങ്ങനെ പാതി സ്വത്വമായിട്ട് അവൻ പോയി, ദൂര നാട്ടിൽ പോയി അത് മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ദുർവ്യയം ചെയ്തു എന്നാണെന്ന് തോന്നുന്നു ഇപ്പോൾ പുതിയ നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദുർവ്യയം ചെയ്തു. അതിൻ്റെ ഗ്രീക്ക് വാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്രകാരം നമുക്ക് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്രകാരമാണ്: ഒരു കർഷകൻ കൈ നിറച്ച് വിത്തുകളെടുത്ത് വയലിലേക്ക് വിതറുന്നത് പോലെ എന്നാണ് ഗ്രീക്ക് വാക്കിലേക്ക് വരുമ്പോൾ അർത്ഥം. അത് അങ്ങനെ എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് ധൂർത്തടിച്ചു അല്ലെങ്കിൽ ദുർവ്യയം ചെയ്തു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വാരി വലിച്ചു നശിപ്പിച്ചെന്ന് പറയത്തില്ല, അതുപോലെ വാരി വലിച്ചു നശിപ്പിച്ചു, ഇതാണ് അർത്ഥം. അങ്ങനെ അവൻ അത് ധൂർത്തടിച്ച് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് നമുക്കറിയാം, സംഭവങ്ങളൊക്കെ അറിയാം. അവൻ പന്നിക്കൂട്ടിലെത്തിച്ചേർന്നു. നമ്മൾ നമ്മുടെ സ്റ്റാറ്റസിനൊത്ത ജീവിതം നയിച്ചില്ലെങ്കിൽ, നമ്മുടെ അന്തസ്സിന് ചേരാത്ത ജീവിതം നയിക്കുകയാണെങ്കിൽ അവസാനം നമ്മുടെ അന്തസ്സിന് ചേരാത്തിടത്ത് വന്ന് പതിക്കും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സമൂഹത്തിൻ്റെ മുൻപിൽ നമുക്കൊക്കെ വലിയ അന്തസ്സുണ്ട്, നമ്മൾ അന്തസ്സുള്ളവരായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ചില രഹസ്യ സ്വഭാവം ആ അന്തസ്സിന് ചേർന്നതല്ല. ചില രഹസ്യ ശീലങ്ങൾ നമ്മുടെ ഈ സമൂഹം നമുക്ക് നൽകുന്ന നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ചില സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, രഹസ്യമായിട്ടുണ്ട്. അങ്ങനെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ചില സ്വഭാവങ്ങളും ശീലങ്ങളും ഉള്ളിൽ വെച്ച് ജീവിക്കുന്നവർ ഒടുക്കം ചെന്നെത്തുന്നത്
ആ നിലയും വിലയും കെട്ടിടത്തായിരിക്കും. ധൂർത്തപുത്രൻ നല്ല വിലയും നിലയും ഉണ്ടായിരുന്ന ഒരു മകനായിരുന്നു. അവസാനം ചെന്ന് പതിച്ചത് പന്നിക്കൂട്ടിലാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മക്കളൊക്കെ ഓർത്തോളണം, ഇത് മക്കൾക്ക് വേണ്ടി പറയുന്നതാണ്. വലിയ സ്വപ്നവും വലിയ പ്രതീക്ഷയും വലിയ വിലയും ഒക്കെ നൽകിയാണ് നിങ്ങളെ പഠിക്കാൻ വിടുന്നത്, അതിന് വിടുന്നത്, ഇതിന് വിടുന്നത് എല്ലാം വിശ്വസിച്ചുകൊണ്ടാണ്. ആ വിലയും നിലയും മറന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ അവസാനം ഈ പന്നിക്കൂട്ടിൽ ചെന്ന് പതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ സൂക്ഷിക്കണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ നിലയും വിലയും വിട്ട് പെരുമാറുന്നത് അവസാനം കൊണ്ടുചെന്നെത്തിക്കുന്ന ഈ ധൂർത്തപുത്രൻ്റെ അവസ്ഥയിലായിരിക്കും. പന്നിക്കൂട്ടിലെ അവസ്ഥയിൽ ചെന്ന് പതിച്ചെന്ന് വരും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ ഇവൻ പന്നിക്കൂട്ടിൽ വന്നു. പന്നിക്കൂട്ടിൽ വന്നപ്പോഴാണ് അവൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അവനൊരു ബോധ്യമുണ്ടായത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ പേർ സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുന്നു, അതിനേക്കാളും സുഭിക്ഷമായിട്ടാണല്ലോ ഞാൻ ഭക്ഷിച്ചത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് അവനിങ്ങനെ ചിന്തിച്ചത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ജോലിക്കാർ സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുന്നു, അന്തസ്സായിട്ട് ജീവിക്കുന്നു, അതിനേക്കാളും ശ്രേഷ്ഠമായൊരു ജീവിതം നയിച്ചവനാണ്. ഇപ്പോൾ അവൻ്റെ വീട്ടിലെ ജോലിക്കാരെക്കാളും അതപ്പതിച്ചൊരവസ്ഥയിൽ അവൻ എത്തിയിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ വചനം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് സുബോധമുണ്ടായി. ഇതൊരു പിടിവള്ളിയാണ്. എത്രയൊക്കെ നമ്മൾ ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചാലും, എത്രയൊക്കെ നമ്മൾ പാപകരമായ ജീവിതം നയിച്ചാലും, ദൈവത്തെ നമ്മൾ മറന്ന് ജീവിച്ചാലും, ദൈവം വേണ്ട എന്ന് നമ്മൾ കരുതി ജീവിച്ചാലും, നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ പാപകരമായ ജീവിതത്തിൽ ദൈവം പിടിച്ചു കയറാൻ ഒരു വള്ളിയിട്ട് തരും. ആ വള്ളിയുടെ പേരാണ് സുബോധം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അത് പല രൂപത്തിലായിരിക്കും ഇട്ട് തരുന്നത്. ദൈവം പല രീതിയിലായിരിക്കും ഇട്ട് തരുന്നത്. വലിയ ഭയങ്കര ചില 3-4 വർഷമായിട്ട് പ്രണയിച്ച് കഴിയുന്നവർ അവസാനം പ്രണയിച്ച് 3-4 വർഷം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇവൻ എനിക്ക് ശരിയാകുന്നവനല്ല, അല്ലെങ്കിൽ ഇവളെനിക്ക് പറ്റിയവനല്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നെ 1-2 പറഞ്ഞ് പിണങ്ങുന്നു, പിണക്കം രൂക്ഷമാകുന്നു. എങ്കിലും ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ പെട്ടെന്ന് പറയുന്നത് ലെറ്റ്സ് ബ്രേക്കപ്പ്. ചിന്തിച്ചോളണം, ദൈവം ഇട്ടുന്ന പിടിവള്ളിയാണ്, കയറിപ്പോയിക്കൊള്ളണം, രക്ഷപ്പെട്ടോളണം അവിടെ നിന്ന്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈ ധൂർത്തപുത്രൻ ഇട്ടുകൊടുത്ത പിടിവള്ളിയാണിത്. എന്താണ്? അവന് സുബോധം ഉണ്ടായി. അവിടെ അവൻ പിടിച്ചങ്ങ് കയറി. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഇട്ടുതരും. പാപകരമായി ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ ഇട്ട് തരും. നമ്മളൊരു ദുർഘടാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം ഇത് ഇട്ട് തരും. പിടിച്ചു കയറാൻ ഒരു അവസരം ദൈവം തരും. ആർക്കും ഒരു അവസരം തരാതിരിക്കുകയില്ല ദൈവം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. പാപികൾക്കും വിശുദ്ധർക്കും എല്ലാവർക്കും ദൈവം ഒരു അവസരം തരും. ഒന്നല്ല, ഒരുപാട് അവസരങ്ങൾ തരും. കിട്ടുന്ന അവസരം മുതലാക്കിക്കൊള്ളണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈ ധൂർത്തപുത്രൻ കിട്ടിയ അവസരം മുതലാക്കിയവനാ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. സുബോധമുണ്ടായി. എന്താ സുബോധം? ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കും, എഴുന്നേറ്റിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. പിതാവിനോട് പറയും, സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ സ്വീകരിക്കണമേ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇത്രയും തീരുമാനമെടുത്തു അവൻ. അതിനു മുൻപ് എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു വചനം അതിനു മുൻപ് കിടക്കുന്നതാണ്. എന്താണെന്നറിയാമോ? പന്നികൾ കഴിക്കുന്ന തവിടെങ്കിലും കൊണ്ടവൻ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു, അതുപോലും അവന് കിട്ടിയില്ല. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇത് ദൈവത്തിൻ്റെ മഹാകരുണ ഒളിപ്പിച്ചു വെച്ചേക്കുന്നൊരു വചനമാണ്. അവിടെ അടിവരയിട്ടിട്ട് ഞാൻ എൻ്റെ പഴയ ബൈബിളിൽ എഴുതി വെച്ച ഒരു വാക്കുണ്ട്. പന്നികൾ കഴിക്കുന്ന തവിട് കൊണ്ട് വിശപ്പടക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. അതാ സത്യം. പന്നികൾ കഴിക്കുന്ന തവിട് കൊണ്ട് വിശപ്പടക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. അങ്ങനെ വിശപ്പടക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അവനെ കർത്താവിന് തിരിച്ചിട്ടില്ലായിരുന്നു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ചില പാപങ്ങളായിരിക്കാൻ ദൈവം സമ്മതിക്കില്ലെന്നേ. നമ്മൾ ചില തെറ്റുകളിലായിരിക്കാൻ ദൈവം സമ്മതിക്കില്ല. അവിടെ നിന്ന് പിടിച്ചു കയറ്റാൻ ദൈവം നോക്കും. അതിൻ്റെ സൂചനയാണത്. എന്ത്? പന്നികൾ കഴിക്കുന്ന തവിട് കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു, അതുപോലും കിട്ടിയില്ല. അവിടെ അടിവരയിട്ടിട്ട് എഴുതണം. കൊടുത്തില്ല, ദൈവം സമ്മതിച്ചില്ല. കാരണം അവിടെ നിന്ന് അവനെ പിടിച്ചു കയറ്റണമായിരുന്നു ദൈവത്തിന്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന അവസരം. ഇങ്ങനെ ചിലത് ഇട്ടുതരും.
അവസരമാക്കി തരും ദൈവം, കയറിപ്പോകാനുള്ള വഴിയാക്കി തരും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത ഭാഗം എന്താണ്? അവൻ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നു. പിതാവ് അകലെ വെച്ചു തന്നെ മകനെ കണ്ടു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അകലെ വെച്ചു തന്നെ മകനെ കണ്ടു. അവൻ്റെ ഐ കോണ്ടാക്റ്റ് എത്തുന്ന ആ സ്പോട്ടിൽ വെച്ച് തന്നെ പിതാവ് മകനെ കണ്ടു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അവൻ്റെ ആ വീക്ഷണം എത്തുന്നിടത്ത് തന്നെ ഒരു മനുഷ്യൻ്റെ കാഴ്ച എത്തുന്നവരോടുണ്ടല്ലോ, അവിടം തൊട്ടേ ആ മകനെ കണ്ടു. കണ്ടപ്പോൾ എന്താ ചെയ്ത പിതാവ്? ഓടിച്ചെന്നു. പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. എന്താ ഈ ഓടിച്ചെന്നു എന്ന് ലൂക്കാസ് സുവിശേഷകൻ എഴുതുന്നത്? മനഃപൂർവ്വം എഴുതുന്നതാണ്. അല്ലാതെ ഇതൊരു എന്താണ് ഒരു സൗന്ദര്യത്തിന് വേണ്ടി എഴുതിയതല്ല. ഇത് മനഃപൂർവ്വം. ഇതിൽ ഒരുപാട് അർത്ഥമുണ്ട്. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, യഹൂദരുടെ ആചാരമനുസരിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു പുരുഷൻ ഓടാൻ പാടില്ല. ഓടിക്കൂടാ. വൈലേഷൻ, പാരമ്പര്യം തെറ്റിക്കുകയാണ് ഇവിടെ. എന്താണ്? ഈ പിതാവ് പാരമ്പര്യം തെറ്റിച്ചു. കാരണം ഓടുമ്പോൾ എന്ത് സംഭവിക്കും? പാദങ്ങൾ കാണും, നഗ്നപാദങ്ങൾ കാണും. ഈ പാദങ്ങൾ വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി ഉയർത്തിപ്പിടിച്ചിട്ട് വേണമല്ലോ ഓടാനായിട്ട്. അല്ലാതെ അത് വിട്ടുകൊണ്ട് ഓടിയാൽ മറിഞ്ഞു വീഴും, ചവിട്ടി വീഴും. അതൊക്കെ അപ്പോൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടണം. അങ്ങനെ ഈ നീണ്ടു കിടക്കുന്ന മേൽക്കുപ്പായമൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഓടുമ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ്റെ പാദങ്ങൾ കാണും. വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ പാദങ്ങൾ മറ്റുള്ളവർ കാണുന്നത് ആ വൃദ്ധനായ മനുഷ്യനെ സംബന്ധിച്ച് നാണക്കേടാണ്, മ്ലേച്ഛകരമായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ നാണം കെട്ട് പിതാവ് ഓടി. ഇതാണ് സംഭവം. നാണം കെട്ട് ഈ പിതാവ് ഓടി. എന്തിന്? മകനെ പിടിക്കാൻ, മകനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എന്ന് തോന്നും. അതിനല്ല. നാണം കെട്ടി പിതാവ് ഓടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം കസാസ എന്നൊരു സംഭവമുണ്ട് അവിടെ. ഹീബ്രു ഭാഷയിൽ അത് കസാസ എന്നൊരു സംഭവമുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രഷ്ട് കൽപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. വിജാതീയരുമായിട്ട് സമ്പർക്കത്തിലായിരുന്ന മനുഷ്യൻ, വിജാതീയരുമായിട്ട് കൂട്ടുകൂടി വിജാതീയരുടെ ഇടയിൽ ജീവിച്ച് തിന്നും കുടിച്ചും വിജാതീയർ കഴിക്കുന്ന ഭക്ഷണവും വിജാതീയരുടെ ജീവിത രീതിയും അനുവർത്തിച്ചു പോരുന്നൊരു മനുഷ്യൻ പിന്നീട് എപ്പോഴെങ്കിലും സ്വന്തം സമൂഹത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് തടയാം. ബാക്കിയുള്ളവർക്ക്, ആ കൂട്ടായ്മയിലുള്ള ബാക്കിയുള്ളവർക്ക് തടയാം. അങ്ങനെ തൻ്റെ മകൻ നടന്നു വരുന്നത് കാണുമ്പോൾ ഈ നാട്ടിലുള്ള ആരെങ്കിലും വന്നവനെ തടഞ്ഞ് അവൻ ചെയ്ത തെറ്റുകൾ, എന്തൊക്കെ തെറ്റ് ചെയ്തു? ആദ്യത്തെ തെറ്റ്, സ്വത്തിൽ പാതി വാങ്ങിച്ചുകൊണ്ട് പോയി. 3-ൽ 1 ഷെയർ വാങ്ങേണ്ടവൻ 2ആയിട്ട് വിഭജിച്ച് 1 ഷെയർ കൊണ്ടുപോയി. രണ്ടാമത്തെ തെറ്റ്, പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ചോദിക്കാൻ പാടില്ല. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ചോദിക്കാൻ പാടില്ല. പിതാവ് മരിച്ചതിന് ശേഷം വേണം സ്വത്ത് ഭാഗിച്ചെടുക്കുവാൻ. അപ്പോൾ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ സ്വത്ത് ഭാഗിച്ചവൻ, സ്വത്ത് 2ആയിട്ട് ഭാഗിക്കണമെന്ന് ആവശ്യപ്പെട്ടവൻ, വിജാതീയരുമായിട്ട് കൂട്ടുകൂടിയവൻ, അങ്ങനെ ഒരുപാട് തെറ്റുകൾ. പിതാവ് കൊടുത്ത സ്വത്തുവകകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞവൻ, അങ്ങനെ ഒരുപാട് തെറ്റുകൾ. ഇതൊക്കെ ആരോപിച്ച് ഈ മനുഷ്യൻ്റെ മുൻപിൽ ഒരു മൺപാത്രം കൊണ്ടുവന്ന് നിലത്തിട്ടുടയ്ക്കും. എന്നിട്ട് പറയും, പൊക്കൊള്ളുക, നീ ഞങ്ങളും തമ്മിലുള്ള ബന്ധം തീർന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നീ നാട് വിട്ടു പൊക്കൊള്ളണം, തിരിച്ചു പൊക്കൊള്ളണം. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടമാണ് പറയുന്നത്. അകലെ വെച്ചു തന്നെ മകനെ കണ്ടപ്പോൾ പിതാവ് ഓടി. കാരണം എന്താ? ബാക്കി ആരും കാണാതെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കി ഈ മകനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഓടിയ ഓട്ടമാണിത്. ഓടിപ്പോയി മകനെ കെട്ടിപ്പിടിച്ചു. വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ ഓട്ടത്തിൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഈ അപ്പൻ ഓടിയ ഓട്ടത്തിൻ്റെ ക്ലൈമാക്സ്, ഈ നഗ്നപാദം കാണിച്ച് നാണം കെട്ടോടിയ ഓട്ടത്തിൻ്റെ ക്ലൈമാക്സ്, അത് നമ്മൾ കാണുന്നത് കാൽവരിയിലാണ്. നഗ്നനായിട്ട് മരക്കുരിശിൽ ഒരു മനുഷ്യൻ, ഒരു 33 വയസ്സുകാരൻ കൈകൾ വിരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്നിടത്താണ് ഈ അപ്പൻ്റെ ഓട്ടത്തിൻ്റെ ക്ലൈമാക്സ് കാണുന്നത്. നാണം കെട്ട് എല്ലാവരാലും പരിത്യക്തനായി ഉടുതുണി പോലും നിഷേധിക്കപ്പെട്ട് മരക്കുരിശിൽ കരങ്ങൾ വിരിച്ച് അവസാനത്തെ തുള്ളി രക്തവും ചിന്തിക്കിടക്കുന്നവൻ, ഈ നാണം കെട്ടോടിയ പിതാവിനേക്കാളും നാണക്കേട് ഏറ്റെടുത്ത്, അപമാനങ്ങളേറ്റെടുത്ത്, നിന്ദനങ്ങളേറ്റെടുത്ത് മരക്കുരിശിൽ അവൻ കിടക്കുന്നിടത്താണ് ഈ അപ്പൻ്റെ ഓട്ടം പൂർത്തിയായത്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. ഈശോ കാൽവരിയിലേക്ക് നടക്കാൻ പോകുന്ന നടത്തത്തിൻ്റെ ആമുഖമാണ്
ഈ ധൂർത്തപുത്രൻ്റെ അപ്പൻ്റെ ഈ ഓട്ടം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പിതാവ് ഈ മകനെ വീണ്ടെടുക്കാൻ ഓടി. ഈശോ ഇത്രയേറെ നിന്ദിക്കപ്പെട്ടത്, അപമാനിതനായത് നമ്മളെല്ലാവരെയും വീണ്ടെടുക്കാനാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈ മകനെ ചേർത്ത് പിടിച്ചപ്പോൾ ഈ മകൻ ഉടനെ പറയുന്ന കാര്യം എന്താണ്? അവൻ സുബോധമുണ്ടായപ്പോൾ പറഞ്ഞ കാര്യമില്ലേ, തീരുമാനമെടുത്തത് എന്തൊക്കെയാണ്? ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് പോകും. പിതാവിൻ്റെ അടുത്ത് വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടുന്നത്? പിതാവേ, സ്വർഗത്തിനെതിരായിട്ടും അങ്ങേക്കെതിരായിട്ടും ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ല. ഇത്രയും പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ തീരുമാനം പൂർത്തിയാവുകയുള്ളൂ. എന്താണത്? അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ. പറയാൻ സമ്മതിച്ചില്ല, പറയിച്ചില്ല. വാ പൊത്തുന്ന വിധം കർത്താവ് പ്രവർത്തിച്ചു. ദാസനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറയാൻ പിതാവ് സമ്മതിച്ചില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വാ പൊത്തുന്ന വിധം ചെയ്ത പ്രവൃത്തി എന്താ? പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് നല്ല ചെരുപ്പുകൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുക, നല്ല വസ്ത്രങ്ങൾ അണിയിക്കുക, ആഭരണങ്ങൾ അണിയിക്കുക. ചെരുപ്പ് അടിമയ്ക്കും അകത്ത് രണ്ട് തരത്തിൽ അടിമകളുണ്ട്. യേശുവിൻ്റെ കാലത്ത് രണ്ട് തരത്തിലുള്ള അടിമകളുണ്ട്. അകം പണിക്കും പുറം പണിക്കുമുള്ള അടിമകളുണ്ട്. വീട്ടിൻ്റെ അകത്ത് ഉള്ള ജോലി ചെയ്യാനും പുറത്തുള്ള ജോലി ചെയ്യാനും അടിമകളുണ്ട്. രണ്ട് കൂട്ടർക്കും ചെരുപ്പുണ്ട്. അപ്പോൾ അവൻ കരുതി ചെരുപ്പ് തന്നു അടിമയായിരിക്കാം. രണ്ടാമത്, പുറത്തുള്ള അടിമയ്ക്ക് വസ്ത്രമില്ല, അകത്തുള്ള അടിമയ്ക്ക് വസ്ത്രമുണ്ട്. കുറച്ചുകൂടെ സ്റ്റാറ്റസ് കൂടിയത് ഇപ്പോൾ അകത്തുള്ള അടിമയാണ്. രണ്ടാമത് ഈശോ പറയുന്നത് എന്താണ്? പിതാവ് പറയുന്നത് എന്താ? അവനെ വസ്ത്രം അണിയിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പുറത്തല്ല സ്ഥാനം, അകത്താണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. പുറത്തല്ല സ്ഥാനം, അകത്താണ്. ഇനി അകത്ത് ആരൊക്കെയുണ്ട്? അകത്ത് പിതാവുണ്ട്. പിതാവിൻ്റെ കുറേ പേര് പറയുന്നുണ്ട് അവിടെ അവർക്ക് അമ്മയില്ലായിരുന്നു. എല്ലാവരും ഉണ്ടെന്ന് കരുതുക. അവന് അല്ലെങ്കിൽ കോമണായിട്ട് നോക്കുമ്പോൾ ഒരു കുടുംബനാഥ, മക്കൾ, അടിമകൾ, ഇത്രയും പേരാണ് വീട്ടിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അടിമകളെയും മക്കളെയും തിരിച്ചറിയാനുള്ള വഴി ചെരുപ്പുണ്ട്, വസ്ത്രമുണ്ട്. ഇനി മക്കളെ തിരിച്ചറിയാനായിട്ട്, അടിമകളിൽ നിന്നും മക്കളെ തിരിച്ചറിയാൻ, പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അകത്ത് നിൽക്കുന്നത് അടിമയാണോ മകനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ആഭരണമുണ്ടോ? ആഭരണം ഉണ്ടെങ്കിൽ അവൻ മകനാ, ഇല്ലെങ്കിൽ അടിമയാണ്. അവസാനം പിതാവ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് എന്താണ്? ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുക. നീ പുറത്തു നിൽക്കേണ്ടുന്ന അടിമയല്ല, അകത്തു നിൽക്കേണ്ടുന്ന അടിമയല്ല, എൻ്റെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കേണ്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഓരോ പാപികളെയും നോക്കി, ഓരോ മകനെയും മകളെയും നോക്കി കർത്താവ് പറയുന്നതാണ്, നീ പുറത്തു നിൽക്കേണ്ടുന്നവനല്ല, അകത്തു നിൽക്കേണ്ടുന്നവനല്ല, എൻ്റെ ഹൃദയത്തോടൊട്ടി നിൽക്കേണ്ടുന്നവനാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെ ഹൃദയത്തോടൊട്ടിച്ച് നിർത്തിയിട്ട് ഈ മകനെ പരിചാരകന് പരിചയപ്പെടുത്തി കൊടുക്കും. എന്താ പറയുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ സ്വത്ത് വാങ്ങിച്ച് ദൂരനാട്ടിൽ പോയി എന്നാണോ പറയുന്നത്? അല്ല, ഇവൻ മൃതനായിരുന്നു, ഇപ്പോൾ ഇവൻ ജീവിക്കുന്നു. ഏത് മൃതൻ? എസക്കിയേൽ കണ്ട മൃതശരീരം പോലെ ഇവൻ മൃതനായിരുന്നു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. 2 തവണ ഈ വചനം ആവർത്തിക്കുന്നുണ്ട്. മൂത്ത മകൻ വയലിൽ നിന്ന് വന്നു. അപ്പോൾ അവൻ ജോലിക്കാരോട് ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ സഹോദരൻ ദൂരെ നാട്ടിൽ നിന്നും തിരിച്ചു വന്നേക്കുന്നു. വലിയ കേടുപാടുകളൊന്നും കൂടാതെ പിതാവിന് അവനെ കിട്ടിയത് കൊണ്ട് പിതാവ് കൊഴുത്ത കാളയെ വെട്ടി ആഘോഷിക്കുകയാണ്. ഇതായിരുന്നു ജോലിക്കാരുടെ ഭാഷ്യം. എന്നാൽ പിതാവിൻ്റെ ഭാഷ്യം എന്താ? നിന്റെ സഹോദരൻ മൃതനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. എസക്കിയേൽ ദേവാലയത്തിൽ കണ്ട മൃതശരീരം ജീവൻ വയ്ക്കാൻ സാധ്യതയുള്ള മൃതശരീരമാണ്. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മൃതതുല്യരാണ്, പക്ഷേ ജീവൻ വയ്ക്കാൻ സാധ്യതയുള്ള ശരീരങ്ങളാണ് നമ്മുടെതൊക്കെയും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരുണയുണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണയാണ് പ്രാണൻ വലിച്ചുകൊണ്ടിരിക്കുന്ന
നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ശ്വാസം ഇങ്ങനെ ദീർഘമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാണവായുവായിട്ട് കർത്താവ് നൽകുന്നത് അവിടുത്തെ കരുണയാണ്. അവിടുത്തെ കരുണ നമ്മെ പുതുജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരമൊന്ന് വീശി പറഞ്ഞ ഹല്ലേലൂയ. മരണത്തിൻ്റെ വക്കിലായിരിക്കുന്നവർക്ക് കർത്താവ് പകർന്നു നൽകുന്ന കാരുണ്യമാണ് നമ്മുടെയൊക്കെ പുതുജീവിതം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചേ, കണ്ണുകളടച്ചേ, ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഈശോയെ, നിൻ്റെ മഹത്വം കുടികൊള്ളുന്ന ഒരു മകനാകണം, മകളാകണം. അതിനായി കർത്താവെ, നിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ഒരുപക്ഷെ പാപം ചെയ്ത് മൃതതുല്യമായ അവസ്ഥയിലായിരിക്കാം, ദീർഘശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, മരണതുല്യമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കാം. പക്ഷെ നിൻ്റെ കരുണ ഞങ്ങളെ ജീവനിലേക്ക് കരം പിടിച്ചുയർത്തുന്നു. ആ കരുണ കൊണ്ട് ഞങ്ങൾക്ക് പുതുജീവിതം നൽകണമേ കർത്താവേ.